ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2022. ഇന്ന് ജൂലൈ മാസം 14-ാം തീയതി 195-ാമത്തെ ദിവസത്തിലെത്തി. അപ്രതീക്ഷിതമായ വലിയ നേട്ടങ്ങളിലേക്ക്, വിജയങ്ങളിലേക്ക് നമ്മൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ എത്തിപ്പെട്ടിട്ടുണ്ട്. ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില വലിയ നേട്ടങ്ങളിലേക്ക്, വിജയങ്ങളിലേക്ക്. അത്തരം സന്ദർഭങ്ങളൊക്കെ ഇനിയും ഒരുപാട് ആവർത്തിക്കട്ടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ. അത്തരം സന്ദർഭങ്ങളിൽ നമ്മളുടെ മനോഭാവം സത്യത്തിൽ എന്താണ്, എങ്ങനെയായിരുന്നു? ഇതിനെല്ലാം ഒരു പരിധിവരെ ഞാൻ അർഹനാണ്. ഞാൻ ഇതിപ്പോ ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നത് സത്യമാണെങ്കിൽ എന്റെ ഇത്രയും കാലത്തെ അധ്വാനവും പ്രാർത്ഥനയും ഒരുക്കവും കാത്തിരിപ്പും എല്ലാം ഇതിനു വേണ്ടിയിട്ടായിരുന്നു. ഇങ്ങനെ ഒരു വലിയ ലക്ഷ്യത്തിന് വേണ്ടി തന്നെയാണ് ഞാൻ ഇത്രയും കാലം ജീവിച്ചതും പ്രവർത്തിച്ചതും വന്നതും വളർന്നതും. അങ്ങനെയൊക്കെയാണ് പൊതുവെ എല്ലാവരുടെയും ഇത്തരം അപൂർവ സന്ദർഭങ്ങളില് മനോഭാവവും പ്രതികരണമൊക്കെ. പത്രോസ്ലീഹ അങ്ങനെ ആയിരുന്നില്ല എന്ന് സുവിശേഷത്തിൽ ഒരിടത്ത് കണ്ടെത്തുമ്പോൾ വലിയ ആശ്ചര്യം തോന്നുന്നുണ്ട്. വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ പ്രാരംഭ ഭാഗം എന്ന് വായിക്കണം. അവർക്ക് ലഭിച്ച മീൻകൂട്ട നിമിത്തം അവനും അവനോട് കൂടെ ഉണ്ടായിരുന്നവരും ആശ്ചര്യഭരിതരായി തീർന്നു. ഒരു വലിയ നേട്ടമാണ് കിട്ടിയത്. 2 പടകുകൾ നിറയെ മത്സ്യം കിട്ടുക, അതുമൊട്ടും പ്രതീക്ഷിക്കാത്ത നേരത്ത്. ആ സമയത്ത് പത്രോസിന്റെ പ്രതികരണമുണ്ട്, കർത്താവേ, ഞാൻ പാവിയായ മനുഷ്യനാണ്, എന്നെ വിട്ട് നീ പോകണമേ. അത് കുറച്ച് വിചിത്രമാണ്, അല്ലേ? നമ്മളെ വല്ലാതെ വിസ്മയിപ്പിക്കുന്നുണ്ട്, ഞെട്ടിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടാവും? നേട്ടങ്ങളുടെ കാലത്ത് അവനവന്റെ പോരായ്മകളെയും കുറവുകളെയും ഒക്കെ ഒന്ന് ധ്യാനിക്കാനും കണ്ടെത്താനും തിരിച്ചറിയാനും സാധിക്കുക എത്ര വലിയ കാര്യമാണ്. വെറുതെ അല്ല ശീമോനെ പോലെയുള്ള, പത്രോസിനെ പോലെയുള്ള ആളുകളെ കർത്താവ് കണ്ടെത്തിയതും കൂടെ കൂട്ടിയതും ഒക്കെ. അവരുടെ അടിമുടി ഒരു വിനയമുണ്ടായിരുന്നു. അവനവൻ എത്രയോ ചെറുതാണെന്ന് ധരിക്കാനും മറ്റുള്ളവരൊക്കെ വലുതാണെന്ന് കാണാനൊക്കെ ആയിട്ട് സാധിച്ചിരുന്നവരാണ്. കർത്താവിന്റെ ഇന്നത്തെ ശിഷ്യരായ നമ്മുടെ മനോഭാവത്തെ നമുക്കൊന്ന് പരിശോധിക്കാം. എല്ലാത്തിനും അപ്പുറത്ത് എനിക്ക് അവകാശപ്പെട്ടതാണ് എന്നുള്ള വിചാരം വിട്ട് അവിടുത്തെ ദാനമാണ്, ഞാനോ ഏറെ ബലഹീനനും പാപിയുമാണ്, അങ്ങനെ നേറ്റു പറയാനായിട്ട് നമുക്ക് നമ്മളെ തന്നെ പാകപ്പെടുത്താം. ആമേൻ.